Hello guys, welcome to Strut and Time. Design of Civil Structures in a Module 3 Part 2 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കംപ്രഷൻ മെമ്പേഴ്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ലേസ്ഡ് ആൻഡ് ബാറ്റൻഡ് കോളംസ്, അതിൻ്റെ ഡിസൈൻ കൺസിഡറേഷൻസ് ആൻഡ് സ്റ്റെപ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താണ് ലേസ്ഡ് ആൻഡ് ബാറ്റൻഡ് കോളംസ്? നമുക്കറിയാം, കോളം സ്ലെൻഡർ ആകും തോറും അതിൻ്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? അതായത് അതിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ കൂടും തോറും അതിൻ്റെ സ്റ്റെബിലിറ്റി, ബക്ലിംഗ് ടെൻഡൻസി കൂടും, സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ മാക്സിമം നമ്മളൊരു കോളം അതിൻ്റെ സ്ലെൻഡർനെസ് കുറയ്ക്കാനാണ് നോക്കുന്നത്. സ്ലെൻഡർനെസ് കുറയ്ക്കുക എന്ന് പറയുമ്പം KL/R ആണല്ലോ സ്ലെൻഡർനെസ് റേഷ്യോ. അപ്പം KL ലെങ്ത് ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പം ലെങ്ത് ക്രൈറ്റീരിയ ആണ്. അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ, നമുക്ക് സെക്ഷൻ്റെ ഡയമെൻഷൻ കൂട്ടുന്തോറും അത് അൺഇക്കണോമിക്കൽ ആകുകയും ചെയ്യും അല്ലെ? അപ്പൊ ഇത് രണ്ടും പോസിബിൾ അല്ലാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? KL/R R മിനിമം ആണല്ലോ എപ്പോഴും എടുക്കുന്നത്. ഈ R മിനിമത്തിന്റെ വാല്യൂ മാക്സിമം ആക്കാൻ പറ്റും. അപ്പൊ R മിനിമം എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് I/A. എന്ത് ടൈപ്പ് സെക്ഷൻ യൂസ് ചെയ്യണം? ഇപ്പൊ ചാനൽസ് ബാക്ക് ടു ബാക്ക് ആണോ, I സെക്ഷൻ ആണോ എന്നൊക്കെ അത് ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ അതൊരു റിക്വയർമെന്റ് ആയിരിക്കും. ആ റിക്വയർമെന്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല. ചാനൽസ് ബാക്ക് ടു ബാക്ക് എന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യണം. അപ്പൊ ഇൻഡിവിജ്വൽ ഐ ആയിട്ടുള്ള ഒരു ചാനലിന്റെ ഐ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ അപ്പം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് ചാനൽസ് ബാക്ക് ടു ബാക്ക് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഏരിയ ചേഞ്ച് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ വിതൗട്ട് ഇൻക്രീസിങ് ദി ഏരിയ ഓഫ് സെക്ഷൻ ഇങ്ങനെ നമുക്ക് R മിനിമം അച്ചീവ് ചെയ്യാം. മാക്സിമം വാല്യൂ ഓഫ് R മിനിമം അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഐനെ നമുക്ക് ഓൾട്ടർ ചെയ്യാം. ഐയിൽ ഇൻഡിവിജ്വൽ സെക്ഷൻ്റെ ഐ മാറ്റാതെ ടോട്ടൽ ഐ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. ടോട്ടൽ ഐ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ പറഞ്ഞ പോലെ ചാനൽസ് ബാക്ക് ടു ബാക്ക് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ചാനലിൻ്റെയും കൂടെ ഇൻഡിവിജ്വൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുത്ത് അതിനെ പാരലൽ ആക്സിസ് തിയറം വെച്ച് നമ്മൾ സെൻട്രോയിഡൽ ആക്സിസിലോട്ട് മാറ്റണം. ഇപ്പം ഈ ചാനൽസ് ബാക്ക് ടു ബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ അടുപ്പിച്ച് ജോയിൻ ചെയ്തായിരിക്കത്തില്ല വെക്കുന്നത്. നമുക്ക് ഈ രണ്ട് ചാനൽസ് നമ്മളുടെ സ്പേസിങ് കൂട്ടിക്കൊടുത്താൽ, അതിനിടെ ഗ്യാപ്പ് കൊടുത്താൽ, ആ ഗ്യാപ്പ് കൂട്ടിയാൽ നമുക്ക് ഈ പറയുന്ന ഐ വാല്യൂ മാക്സിമം ആക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിനകത്തെ കോൺസെപ്റ്റ്. ഐ വാല്യൂ മാക്സിമം ആക്കാം. അവിടെ എന്നാൽ ഏരിയ ഓഫ് സെക്ഷനിൽ ചേഞ്ച് വരുന്നില്ല. കാരണം നമ്മൾ ചാനൽസിനെ അല്ലെങ്കിൽ എടുക്കുന്ന സെക്ഷനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. സെക്ഷൻസ് തമ്മിലുള്ള ഗ്യാപ്പ് കൂട്ടുന്നേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഐ വാല്യൂ കൂട്ടാം. R മിനിമത്തിന് മാക്സിമം വാല്യൂ അച്ചീവ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഒറ്റ കോളത്തിലുള്ള രണ്ട് ചാനൽസിനെ ഗ്യാപ്പ് കൊടുത്ത് വെക്കുക എന്ന് പറയുന്നത് നമുക്ക് അപ്പം ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആവുന്നില്ല. ഗ്യാപ്പ് കൊടുത്തിട്ടുള്ള ഈ രണ്ട് കോളം മെമ്പേഴ്സിനെ നമുക്ക് ഇന്റഗ്രേറ്റഡ് ആക്കാൻ അല്ലെങ്കിൽ ഒറ്റ യൂണിറ്റ് ആക്കാനായിട്ടാണ്, ഇന്റഗ്രൽ സിസ്റ്റം ആക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലാറ്ററൽ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. ലേസിങ്ങും ബാറ്റൻസും ആണ് ഈ ലാറ്ററൽ സിസ്റ്റംസ്. വേറൊന്നുമല്ല, ഈ ഗ്യാപ്പിൽ നിൽക്കുന്ന രണ്ട് ചാനൽസിനെ അല്ലെങ്കിൽ രണ്ട് കോളം മെമ്പേഴ്സിനെ, സ്ട്രട്ട് മെമ്പേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സിസ്റ്റംസിനെയാണ് ലാറ്ററൽ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഈ ലാറ്ററൽ സിസ്റ്റത്തിന്റെ പൊസിഷൻ വിൽ ബി അവേ ഫ്രം പ്രിൻസിപ്പൽ ആക്സിസ്. ഈ കോളത്തിന്റെ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറിയായിരിക്കും ലാറ്ററൽ സിസ്റ്റം കൊടുക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് കൊടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ലേസിങ്സ്. ലേസിംഗ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ്സോ ആംഗിൾസോ യൂസ് ചെയ്ത് ഇങ്ങനെ ഡയഗണൽ ആയിട്ട് കണക്ട് ചെയ്യാൻ, രണ്ട് സ്ട്രട്ട് മെമ്പേഴ്സിനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് ലേസിങ്സ്. ഇതിൽ ആക്ച്വലി കോളത്തിൽ വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഷിയർ ആയിട്ട് മാറിയാണ് ലേസിങ്സിൽ ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഒന്നെങ്കിൽ ഡബിൾ ആയിട്ട് കൊടുക്കാം, ഈ കാണിച്ചിരിക്കുന്ന പോലെ സിംഗിൾ ലേസിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഡബിൾ ആയിട്ട് ലേസിങ്സ് പ്രൊവൈഡ് ചെയ്യാം. പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്, ഈ സൈഡിൽ ഒരു സൈഡിൽ ഈ സെക്ഷൻ്റെ കോളം സെക്ഷൻ്റെ ഒരു സൈഡിൽ കൊടുത്ത അതേപോലെ സിമെട്രിക് ആയിട്ട് അപ്പുറത്തെ സെക്ഷനിൽ കൊടുക്കണം. ഓക്കെ, അതാണ് ഇനി അടുത്ത ഡിസൈൻ കൺസിഡറേഷൻസിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്, യൂണിഫോംലി ആൻഡ് സിമെട്രിക്കലി പ്രൊവൈഡഡ് ആയിരിക്കണം ലേസിങ്സ്. യൂണിഫോംലി എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് സെക്ഷൻ യൂണിഫോം ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം. അതായത് ഒരു സൈഡിൽ കൊടുത്തു തന്നെ അതിൻ്റെ പാരലി ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ സെയിം ഡിസൈനിലും കൊടുത്തിരിക്കണം. അപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും
ഒരു സൈഡിലോ ഒരു ലേസിങ് ഡിസൈൻ ചെയ്താൽ മാത്രം മതി. ദാറ്റ് വിൽ ബി ദ സെയിം ഓൺ ദി അതർ സൈഡ്. അടുത്തത് വെൻ ബോൾട്ടഡ് കണക്ഷൻസ് ആർ യൂസ്, അതായത് ലേസിങ്ങിനെ ഈ നമ്മുടെ കോളത്തിൻ്റെ ഫ്ലാഞ്ചിലോട്ട് കണക്ട് ചെയ്യാണ്. കോളത്തിലെ മേ ബി ചാനൽ, ഫോർ എക്സാമ്പിൾ ചാനൽ തന്നെ നമുക്ക് പറയാം, ചാനലിലെ ഫ്ലാഞ്ചിലോട്ട് കണക്ട് ചെയ്യാണ്. അതും രണ്ട് സൈഡിലും കണക്ട് ചെയ്യണം, ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഒരു സൈഡിലെ കണക്ഷൻ നമ്മൾ ബോൾട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഒരു ബോൾട്ടൊക്കെ യൂസ് ചെയ്യേണ്ടി വരത്തുള്ളൂ. കാരണം നമുക്ക് ആ ലേസിംഗ് ബാർ വിഡ്ത്തും ഒക്കെ അത്ര വളരെ മിനിമം ആയിരിക്കും. ഓക്കെ, അപ്പം ഒരു ബോൾട്ടും ഒക്കെ മിനിമം 1 ബോൾട്ടെങ്കിലും കൊടുക്കണം. അപ്പം ഒരു ബോൾട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ വിഡ്ത്ത് ഓഫ് ദ ലേസിംഗ് എന്ന് പറയുന്നത്, ലേസിംഗ് ബാറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ബോൾട്ട് ഡയമീറ്ററിൻ്റെ 3 ടൈംസ് എങ്കിലും വരണം. ദിസ് ഇസ് മിനിമം വിഡ്ത്ത്, 3D എങ്കിലും വരണം. അതുപോലെ തിക്നെസ് ഓഫ് ഫ്ലാറ്റ് ലേസിംഗ് ബാർ എന്ന് പറഞ്ഞാൽ T മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ, ഫോർ സിംഗിൾ ലേസിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ബാറിൻ്റെ തിക്നെസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1/40 ടൈംസ് ഇഫക്റ്റീവ് ലെങ്ത്, ആ ലേസിംഗ് ബാറിൻ്റെ ഇഫക്റ്റീവ് ലെങ്ത്. അതുപോലെ ഫോർ ഡബിൾ ലേസിംഗ് ആണെങ്കിൽ T മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1/16 ടൈംസ് ഇഫക്റ്റീവ് ലെങ്ത്. ഇനി നമ്മൾ കണ്ടു ലേസിംഗ് ബാർസ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ആ ഇൻക്ലിനേഷൻ നമുക്ക് അസ്യൂം ചെയ്യാം, 40 to 70 ഡിഗ്രിക്കിടയിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് അസ്യൂം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് സ്പേസിംഗ് ഓഫ് മെയിൻ സ്ട്രട്സ് മസ്റ്റ് ബി കെപ്റ്റ് സോ ആസ് ടു ഗെറ്റ് RYY ഗ്രേറ്റർ ദാൻ RZZ ഓർ RXX where Y is a weaker axis. ഇത് ഒരു അസംഷൻ പോലെയാണ്. നമ്മൾ ലേസ്ഡ് അല്ലെങ്കിൽ ബാറ്റൻഡ് കോളംസ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ഉള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അസംഷനാണ്. നമ്മൾ മെയിൻ സ്ട്രട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ, മെയിൻ സ്ട്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ ചാനൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ സാധാരണ ചെയ്യുന്ന R മിനിമം എടുക്കുന്നത് എങ്ങനെയാണ്, RYYയോ RXXോ ഇതിലേതെങ്കിലും ഒന്ന് മിനിമം ആകുന്നത് ഏതാണോ അതാണ് എടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ RYY ഗ്രേറ്റർ ആയിട്ട് വരും. ദാറ്റ് ഇസ് എപ്പോഴും RXX അല്ലെങ്കിൽ RZZ ആണ് R മിനിമം വരുന്നതെന്ന് അസ്യൂം ചെയ്ത്, ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെ അസ്യൂം ചെയ്ത് RZZ ആണ് നമ്മുടെ R മിനിമം ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ മെയിൻ സ്ട്രട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഈ ഒറ്റ പോയിന്റ് ആണ് നിങ്ങൾ ചേഞ്ച് വരുന്നത് ഡിസൈൻ സ്റ്റെപ്പിൽ, നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ട ഒരു ചേഞ്ച്. ബാക്കി പിന്നെ അങ്ങോട്ടെല്ലാം സാധാരണ R മിനിമം, ലേസിംഗ് ബാറൊക്കെ ഡിസൈൻ ചെയ്യുന്നത് R മിനിമം വെച്ച് തന്നെയാണ്. ഓക്കെ, അടുത്തത് മാക്സിമം സ്പേസിംഗ് ഷുഡ് ബി സച്ച് ദാറ്റ് മാക്സിമം സ്ലെൻഡർനെസ് ഓഫ് മെയിൻ സ്ട്രട്ട് ബിറ്റ്വീൻ ദ ലേസിംഗ് ഷുഡ് ബി ലെസ് ദാൻ 50 or 0.7 ടൈംസ് മോസ്റ്റ് അൺഫേവറബിൾ സ്ലെൻഡർനെസ് ഓഫ് ഹോൾ സ്ട്രട്ട്. അതായത് നമ്മൾ ലേസിങ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് വെർട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടല്ലോ, ഒരു ചാനലിൽ തന്നെ ലേസിംഗ് കണക്ട് ചെയ്യുന്ന അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, ഈ രണ്ട് പോയിന്റ്സിനിടയിലുള്ള സ്ട്രട്ടിൻ്റെ അത്രയും സ്ട്രട്ട് പോർഷൻ മാത്രം, ഇപ്പം ചാനലാണെങ്കിൽ ഈ ചാനൽ പോർഷൻ മാത്രം, ആ ഗ്യാപ്പിലുള്ള ചാനലിൻ്റെ അത്രയും സ്ലെൻഡർനെസ് എന്ന് പറയുന്നത്, മാക്സിമം സ്ലെൻഡർനെസ് 50 ആയിരിക്കണം. അതായത് സ്ലെൻഡർനെസ് മസ്റ്റ് ബി ലെസ് ദാൻ 50, അല്ലെങ്കിൽ 0.7 ടൈംസ് സ്ലെൻഡർനെസ് ഓഫ് ഹോൾ സ്ട്രട്ട്. ഫുൾ സ്ട്രട്ടിൻ്റെ സ്ലെൻഡർനെസ്സിൻ്റെ 0.7 ടൈംസ് ആയിരിക്കണം മാക്സിമം സ്ലെൻഡർനെസ് ഓഫ് ദ സ്ട്രട്ട് ബിറ്റ്വീൻ ദ ലേസിങ്സ്, രണ്ട് അഡ്ജസ്റ്റൻ്റ് ലേസിങ്ങിന് ഇടയിലുള്ള വെർട്ടിക്കൽ പോർഷനിലെ സ്ലെൻഡർനെസ്. നമ്മൾ അത് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഡിസൈൻ സ്റ്റെപ്പ് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. ഇനി ഡിസൈൻ ടു റെസിസ്റ്റ് ട്രാൻസ്വേഴ്സ് ഷിയർ VT ഈക്വൽ ടു 2.5% ഓഫ് ആക്സിയൽ ഫോഴ്സ്. അതായത് നമ്മൾ ലേസിംഗ് ബാർസിൽ വരുന്ന ട്രാൻസ്വേഴ്സ് ഷിയർ, ഞാൻ പറഞ്ഞു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഷിയർ ആയിട്ട് മാറിയാണ് വരുന്നത്. ട്രാൻസ്വേഴ്സ് ഷിയർ എന്ന് പറയുമ്പം ആ ലേസിങ്ങിൻ്റെ ആക്സിസിലൂടെ ഷിയർ ആക്ട് ചെയ്യുന്നു, അതാണ് ട്രാൻസ്വേഴ്സ് ഷിയർ VT. അത് ആക്സിയൽ ഫോഴ്സിൻ്റെ 2.5% മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതാണ് VTൻ്റെ വാല്യൂ. ഓക്കെ, ഈ VT നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബോൾട്ടഡ് കണക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന VT ആണ് എക്സ്റ്റേണൽ ലോഡായിട്ട് ഈ ലേസിംഗ് ബാറിൽ വരുന്നത്. അപ്പം ബോൾട്ട് ഡിസൈൻ ചെയ്യേണ്ട ബോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് ബൈ വോൾട്ട് വാല്യൂ ആണല്ലോ നമ്പർ ഓഫ് പോൾസ്. അപ്പോൾ ഈ ടോട്ടൽ ഫോഴ്സ് നമ്മൾ ഈ VT ആയിട്ട് എടുക്കും. ഇനി ഈ കോളം സബ്ജക്റ്റ് ടു ബെൻഡിങ് കൂടെ ആണെന്നുണ്ടെങ്കിൽ VT വിൽ ബി ഈ 2.5% ഓഫ് ആക്സിയൽ ഫോഴ്സ് പ്ലസ് ബെൻഡിങ് ഷിയർ. ഓക്കെ, ഇനി സ്ലെൻഡർനെസ് റേഷ്യോ ഫോർ, നമ്മൾ നേരത്തെ പറഞ്ഞു ലേസിംഗ് ബാറിന് സ്ലെൻഡർനെസ് റേഷ്യോ ഉണ്ട്.
അത് മാക്സിമം വാല്യൂ 145 ആണ്, അതിൽ കൂടാൻ പാടില്ല. ഇത് ലേസിങ്സിന് മാത്രമാണ്. അതുപോലെ ഇഫക്റ്റീവ് സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് ലേസ്ഡ് കോളംസ് അതായത് നമ്മുടെ ഫുൾ കോളം, അതിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വൽ സാധാരണയുള്ള KL/Rൻ്റെ കൂടെ 1.05 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ കംപ്രഷൻ മെമ്പർ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യമേ KL/R കണ്ടുപിടിക്കാറുണ്ട് ഇല്ലേ? അപ്പം ഡിസൈൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പം KL/R ഇൻറ്റു 1.05 ഇട്ട് ചെയ്ത് തുടങ്ങണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് നോക്കാം. എന്തൊക്കെയാണ് പൊതുവെ ഗിവൺ ആയിട്ടുള്ളത്? ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ലെങ്ത് ഓഫ് ദ സ്ട്രട്ട് പറയും, കോളത്തിൻ്റെ ലെങ്ത്, ലോഡ് ടു ബി ക്യാരിഡ്, പിന്നെ എൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും. അത് ഡീറ്റെയിൽസ് നമുക്ക് സ്ട്രക്ചറൽ മെമ്പേഴ്സിൻ്റെ ഒക്കെ ചിലപ്പം ഡീറ്റെയിൽസ് തരാം. ഓക്കെ, ഇന്ന ചാനൽസ് ആണോ അല്ലെങ്കിൽ അതേപോലെ T സെക്ഷൻസ് ആണോ സംതിങ് എന്തെങ്കിലും ഡീറ്റെയിൽസ് തരാം. അപ്പോൾ ഡിസൈൻസ് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ സെക്ഷൻ ഡിസൈൻ ചെയ്യുക, കോളത്തിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് നമ്മൾ ലേസിങ് ഡിസൈൻ ചെയ്യും. പിന്നെ തേർഡ് സ്റ്റെപ്പ് ലേസിങ്ങും കോളവും തമ്മിലുള്ള ബോൾട്ടഡ് ആണോ വെൽഡഡ് ആണോ, ബോൾട്ടഡ് കണക്ഷൻ ആണെങ്കിൽ അത് ഡിസൈൻ ചെയ്യും. ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഡിസൈൻ ഓഫ് സെക്ഷൻ നമ്മൾ നേരത്തെ ചെയ്ത കാര്യം വിത്ത് ചെറിയ ചില ചേഞ്ചസ്. ഫസ്റ്റ് എന്താണ്? നമ്മൾ FCD അസ്യൂം ചെയ്യും. 135, 90, 200 ആ വാല്യൂവിൽ നിന്ന് കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യും. എന്നിട്ട് എക്സ്റ്റേണൽ ലോഡും FCDൻ്റെ റേഷ്യോ വെച്ച് നമ്മൾ ഏരിയ റിക്വയർഡ് കണ്ടുപിടിക്കും. സ്യൂട്ടബിൾ ഗ്രേറ്റർ ഏരിയ വാല്യൂ ഉള്ള ഒരു സെക്ഷൻ നമ്മൾ സ്റ്റേറ്റ് ടേബിളിൽ നിന്ന് ചൂസ് ചെയ്യും. ഇതിൽ ഓർക്കേണ്ട കാര്യം, നമുക്കിപ്പം ടോട്ടൽ ഏരിയ ആണ് PD/FCDയിൽ നിന്ന് കിട്ടുന്നത്. അപ്പം നമുക്ക് 2 ചാനൽസ് ബാക്ക് ടു ബാക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഏരിയ ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഏരിയ നമുക്ക് 1500 2000 എന്ന് കിട്ടുകയാണെന്ന് വിചാരിക്കുക. 2000 mm² കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 1000 mm² ഒരു ചാനലിൻ്റെ ഏരിയയും മിനിമം ഏരിയയും ബാക്കി 1000 mm² മറ്റ് അടുത്ത ചാനലിൻ്റെ മിനിമം ഏരിയ ആയിട്ട് ചൂസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്യേണ്ടത്. കോമ്പോസിറ്റ് സെക്ഷൻസ് അല്ലെങ്കിൽ കോമ്പൗണ്ട് സെക്ഷൻസ് വരുമ്പോഴത്തേക്കും ഓരോ മെറ്റീരിയൽ, ഇപ്പം വിത്ത് കവർ പ്ലേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, ബേസ് പ്ലേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്ഷന് ഒരു ഏരിയ നമ്മൾ കൊടുക്കും, ബാക്കി പ്ലേറ്റ്സിന് ഏരിയ നമ്മൾ മാറ്റിവെക്കും. അപ്പോൾ ടോട്ടൽ ഏരിയ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഈ ടോട്ടൽ ഏരിയ റിക്വയർഡ്. അങ്ങനെ വേണം കൊടുക്കാൻ. ഇനി ഫോർത്ത് സ്റ്റെപ്പ്, നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ നമ്മൾ FCD ചെക്ക് ചെയ്യാനാണ്. ടേബിൾ 11 and 9 അതിലേക്ക് പോകാനായിട്ട് KL/R വേണം. ഇതിൽ ചേഞ്ച് R മിനിമം എടുക്കുന്നതിൽ മാത്രമാണ്. R മിനിമം നിങ്ങൾ സ്റ്റീൽ ടേബിളിൽ കമ്പയർ ചെയ്ത് R എടുക്കണ്ട, അതിന് പകരം എപ്പോഴും R മിനിമം ഇസ് ഈക്വൽ ടു RXX അല്ലെങ്കിൽ RZ. ഈ വാല്യൂ ബൈ ഡിഫോൾട്ട് അങ്ങ് എടുത്താൽ മതി, കമ്പയർ ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല. കാരണം ലേസ്ഡ് ആയാലും ബാറ്റൻഡ് കോളം ആയാലും ഇതാണ് ബൈ ഡിഫോൾട്ട് നമ്മുടെ R മിനിമം. ബാക്കി സ്റ്റെപ്സ് സെയിം ആണ്. FCD കണ്ടുപിടിക്കുക, നമ്മൾ ചെക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഒരു സിംഗിൾ സെക്ഷൻ അല്ല 2 ചാനൽസ് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ R മിനിമം ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? അവിടെയും I മിനിമം അപ്പം നമ്മൾ കണ്ടുപിടിക്കണം. IXXും IYYയും വെച്ച് കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, നമുക്കിപ്പോൾ അറിയാത്തൊരു ഫാക്ടർ ഉണ്ട്. നമ്മളിപ്പോൾ ചാനൽസ് ബാക്ക് ടു ബാക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വയ്ക്കാം. ചാനൽസ് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇത് Y ആക്സിസ് വരും, ഇത് X ആക്സിസ് വരും. X ആക്സിസിന് ബോട്ടായിട്ട് നമുക്കുള്ള വാല്യൂ ടോട്ടൽ IXX എന്ന് പറയുന്നത് 2 ടൈംസ് ഒരു ചാനലിൻ്റെ IGXX ആണ്. കാരണം രണ്ടും അതിൻ്റെ സെൻട്രോയിഡ്സിൽ കൂടെ തന്നെ പാസ് ചെയ്യുകയാണ്. സോ ദിസ് ഇസ് എ നോൺ ക്വാണ്ടിറ്റി. എന്നാൽ IYY എന്ന് പറയുന്നത് എന്താണ്? IYY എന്ന് പറയുന്നത് ഇതിനൊരു ഇൻഡിവിജ്വൽ IGYY ഉണ്ട്, ഇതിനൊരു ഇൻഡിവിജ്വൽ IGYY ഉണ്ട്, വിച്ച് ഇസ് സെയിം. അപ്പോൾ 2 into IGYY വരും. അത് മാത്രമല്ല, ഇതിനെ നമുക്ക് എന്തിലോട്ട് മാറ്റണം? ഒരു സെൻട്രോയിഡൽ, ആ ടോട്ടൽ സെക്ഷൻ്റെ സെൻട്രോയിഡൽ Y ആക്സിസിലോട്ട് മാറ്റണം. അപ്പോൾ 2 ടൈംസ് IGYY പ്ലസ് A ഇൻറ്റു H² വരും അല്ലേ? അതാണ് ഇക്വേഷൻ. സോ 2 ടൈംസ് IGYY
വൈ വൈ പ്ലസ് എ എച്ച് സ്ക്വയർ. അപ്പോൾ ഈ എച്ച് എന്താണ്? ഈ വൈ ആക്സസ്, ഇൻഡിവിജ്വൽ വൈ ആക്സസ് തൊട്ട് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ വൈ ആക്സസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച്. ഈ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എടുക്കാം? ഈ സ്പേസിങ് നമുക്കറിയില്ല അല്ലേ? അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഈ സ്പേസിങ് ബിറ്റ്വീൻ ദ സെക്ഷൻസ് അറിയില്ല. അത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയാം സി. ഈ ഡിസ്റ്റൻസ് നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടും. ഈ ഡിസ്റ്റൻസ് പ്ലസ് ഒരു d/2 വരുന്നതാണ് നമ്മുടെ എച്ച്. അതായത് ഈ വൈ ആക്സസും ഈ വൈ ആക്സസുമുള്ള ഡിസ്റ്റൻസ്. അതാണ് സി പ്ലസ് d/2. ഓക്കെ, സോ എച്ച് ഇസ് ഈക്വൽ ടു സി പ്ലസ് d/2. അപ്പം അതുപോലെ ഒരു സെക്ഷനായി, അതുപോലെ അടുത്ത സെക്ഷനോട് വരെ 2 ടൈംസ് അല്ലേ? അപ്പം നമ്മുടെ ക്രിട്ടിക്കൽ കേസ് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? ആർ വൈ വൈ ഗ്രേറ്റർ ദാൻ ആർ എക്സ് എക്സ് വരണം എന്നാണ്. അതുപോലെ ഐ വൈ വൈ ഗ്രേറ്റർ ദാൻ ഐ എക്സ് എക്സും വരണം. ബട്ട് ക്രിട്ടിക്കൽ കേസിൽ നമുക്ക് എന്തെടുക്കാം? ഐ വൈ വൈ ഈക്വൽ ടു, ഇപ്പൊ സ്പേസ് ഓഫ് ദ സ്ട്രട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഐ വൈ വൈ ഈക്വൽ ടു ഐ എക്സ് എക്സ് എന്ന് ചെയ്താൽ ഐ എക്സ് എക്സ് നോൺ ക്വാണ്ടിറ്റി, ഐ വൈ വൈ ഇൻ ടേംസ് ഓഫ് ഡി കിട്ടും. സി നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്നുണ്ട്. അപ്പോൾ ഈ ഡി നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് സ്പേസിങ് ബിറ്റ്വീൻ ദ സ്ട്രട്സ് കിട്ടും. അതുകൂടെ ആകുമ്പോൾ നമുക്ക് ടോട്ടൽ ഡിസൈൻ ഓഫ് ദ സെക്ഷൻ കംപ്ലീറ്റ് ആകും. ഓക്കെ, ലേസിംഗ് ബാർ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലേസിങ്സ് കൊടുക്കുന്നത് എങ്ങനെയാണോ എന്ന് നോക്കാം. ഇത് ഒരു കോളത്തിൻ്റെ ഫ്ലാഞ്ച്, ഇത് അടുത്ത ഒരു കോളം അല്ല, ഒരു ചാനലിലെ ഫ്ലാഞ്ചും. അപ്പം ഈ സ്പേസിങ് കാരണം ഉണ്ടാകുന്ന ആ സെപ്പറേഷനെ നമ്മൾ ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ലേസിങ്സ് കൊടുക്കുന്നത്. എങ്ങനെ ലേസിങ് കൊടുക്കും? ഇങ്ങനെ ചരിച്ച് സിക്സാഗ് ആയിട്ട് ലേസിങ് കൊടുക്കും. ഓക്കെ, ലേസിങ് അപ്പം ഇവിടെ ഒരു ജോയിന്റ്, ഇവിടെ ഒരു ജോയിന്റ്, ഇവിടെ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ബോൾട്ടിങ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഒന്നുമല്ല, നമ്മൾ സ്റ്റെപ്സ് ആസച്ച് അതുപോലെ ചെയ്യേണ്ടതായിട്ടേ ഉള്ളൂ. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ അസ്യൂം ചെയ്യുക 40ക്കും 70ക്കും ഇടയിൽ. അപ്പോൾ എന്താണ് ഈ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ? ഒരു ലേസിംഗ് ബാറ് ഹൊറിസോണ്ടലും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ. ഇത് 40ക്കും 70ക്കും ഇടയിൽ ഒരു വാല്യൂ അസ്യൂം ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഹൊറിസോണ്ടൽ സ്പേസിംഗ് ഓഫ് ലേസിംഗ്. ഹൊറിസോണ്ടൽ സ്പേസിംഗ് ഓഫ് ലേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ലേസിങ്സിന്റെ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ളതാണ് ഹൊറിസോണ്ടൽ സ്പേസിംഗ്. ഇതെന്താണ്? നമുക്ക് ഈ ഡിസ്റ്റൻസ് ഇപ്പോൾ ഉണ്ട്, എന്ത്? ഡി ഇല്ലേ? ഇതെന്താണ്? നമ്മൾ ബോൾട്ട് കൊണ്ട് നമുക്കറിയാം, നമ്മൾ ടെൻഷൻ മെമ്പറിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ കൊണ്ട് ജോയിൻ ചെയ്യുന്ന ആ പോയിന്റ് അല്ലെങ്കിൽ അത്രയും ഡിസ്റ്റൻസ് ഗേജ് എന്ന് വിളിക്കുന്നത്. Therefore, അതാണ് horizontal spacing of lacing is equal to spacing of strut നമ്മൾ D plus 2 times gauge distance in strut 2G. അപ്പം horizontal spacing കിട്ടിയാൽ vertical spacing എനിക്ക് എങ്ങനെ എടുക്കാം? vertical spacing എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ തീറ്റയും ഈ ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ് ആണല്ലോ D plus 2G, തീറ്റയും ഈ ഡിസ്റ്റൻസും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് എങ്ങനെ എടുക്കാം? horizontal spacing sin തീറ്റ ഇല്ലേ? അത് രണ്ട് ലെങ്തിന് കൂടാകുമ്പോഴത്തേക്കും ഇതാണ് ശരിക്കും വെർട്ടിക്കൽ സ്പേസിംഗ് ഇല്ലേ? ഇത്രയും വരുന്നതാണ് വെർട്ടിക്കൽ സ്പേസിംഗ്. നമുക്ക് ഇത്രയും മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വരുമ്പോഴത്തേക്കും 2 times ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന്റെ സൈൻ തീറ്റ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത് ഓഫ് ദ ലേസിംഗ്, ഇത്രയും ഉള്ള ഒരു ലേസിംഗ് ബാറിന്റെ ലെങ്ത് കിട്ടും. ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വീണ്ടും മിനിമം തിക്നെസ് ഓഫ് ലേസിംഗ് എത്രയാണ്? 1/40 times ഇഫക്റ്റീവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ സിംഗിൾ ലേസിംഗ് ആയതുകൊണ്ട് 1/40 into L റെല്ലി. ഇനി തിക്നെസ് ആയി അടുത്തത് ഒരു ബോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അസ്യൂം ചെയ്താൽ മിനിമം വിഡ്ത്ത് എത്ര വരണം? 3 times ബോൾട്ട് ഡയമീറ്റർ. അവിടെ നമ്മളപ്പം ബോൾട്ടിന്റെ ഡയമീറ്റർ അസ്യൂം ചെയ്യുക 20 mm സംതിങ്. അത് വെച്ച് 3D നമുക്ക് മിനിമം വിഡ്ത്ത് ഇങ്ങനത്തെ വിഡ്ത്ത് കിട്ടും. ഇതാണ് വിഡ്ത്ത്. ഓക്കെ, വിഡ്ത്ത് കിട്ടും. ഈ വിഡ്ത്തും
തിക്നെസ്സും വിഡ്ത്തും വെച്ചാണ് നമ്മൾ ഫ്ലാറ്റ് പറയുന്നത്. അപ്പോൾ തിക്നെസ്സും വിഡ്ത്തും വെച്ച് നമ്മൾ സൂട്ടബിൾ ഫ്ലാറ്റ് സെക്ഷൻ ചൂസ് ചെയ്യുക. Therefore നമുക്ക് ഇതിൻ്റെ സ്ലെൻഡർനെസ് ഒക്കെ ചെക്ക് ചെയ്യാം. സ്ലെൻഡർനെസ് KL/R, ഇവിടെ ലെങ്ത് ഉണ്ട്. ഒരു സിംഗിൾ ബോൾട്ടിങ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് KL എന്ന് പറയുന്നത് is equal to L ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ KL/ ഇവിടുത്തെ R, യൂഷ്വൽ R മിനിമം എടുക്കാം. അല്ലെങ്കിൽ R മിനിമം ഇവിടെ എങ്ങനെ എടുക്കാം? നമുക്ക് R മിനിമം ഇപ്പോൾ ഫ്ലാക്സിൻ്റെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് √I/A എടുക്കാം. വേർ I is equal to BD³/12 A B into T. BD³ അല്ല BT³/12, A വരുന്നത് B into T വരും. അങ്ങനെ R മിനിമം എടുക്കാം. KL ലെങ്ത് തന്നെ എടുക്കാം. ഈ 1/40 L ഇത് ആ ലെങ്ത് തന്നെ ഇവിടെ എടുക്കാം. അപ്പോൾ L/R ആകും. ഈ വാല്യൂ must be less than 145. ഇങ്ങനെയാണ് സ്ലെൻഡർനെസ് ചെക്ക് ചെയ്യുന്നത്. ഷിയർ ഇൻഡ്യൂസ്ഡ് ഇൻ ലേസിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കണ്ടുപിടിച്ച് വെക്കുക, എന്നാലും നമുക്ക് ബോൾട്ടിനകത്ത് ഇൻഡ്യൂസ്ഡ് ആകുന്ന എക്സ്റ്റേണൽ ലോഡ് ആകത്തുള്ളൂ. ഓക്കെ, ഹാഫ് ഓഫ് 2.5% ഓഫ് എക്സ്റ്റേണൽ ലോഡ്. എന്തുകൊണ്ടാണ് ഹാഫ്? ഈ ഷിയർ ഇൻഡ്യൂസ്ഡ് ഇൻ ലേസിംഗ് എന്ന് പറയുന്നത് കോളത്തിന്റെ ഈ സൈഡും അപ്പുറത്തെ സൈഡും ടോട്ടലാണ്. നമ്മൾ രണ്ട് പാരലൽ സൈഡ്സിലായിട്ട് നമ്മൾ ലേസിംഗ് കൊടുക്കുകയാണ്. അപ്പം ഷിയർ ഇൻഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ BT എന്ന് പറയുന്നത് ടോട്ടലായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ ഒരു ഹാഫാണ് ഒരു സൈഡിൽ വരുന്നത്. അതുകൊണ്ടാണ് ഹാഫ് ഓഫ് 2.5% ഓഫ് എക്സ്റ്റേണൽ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ VT കണ്ടുപിടിച്ച് വെച്ചാൽ നമുക്ക് പിന്നെ സെക്കൻഡ് പാർട്ട് എന്താണ്? ബോൾട്ട് ഡിസൈൻ. നമ്പർ ഓഫ് ബോൾട്ട്സ് എങ്ങനെ എടുക്കും? നമ്മൾ ഈ പറഞ്ഞ എക്സ്റ്റേണൽ ലോഡ് VT ഡിവൈഡഡ് ബൈ ബോൾട്ട് വാല്യൂ. ഒരു ബോൾട്ടിന് വേണ്ടിയുള്ള ബോൾട്ട് വാല്യൂ കണ്ടുപിടിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ലേസിങ്ങിനെ പിന്നെ കംപ്രസീവ് സ്ട്രെങ്ത്, ലേസിങ്ങിനെയും പിന്നെ നമുക്ക് FCD കാര്യങ്ങളൊക്കെ ചെയ്യാം. ബട്ട് നിങ്ങളുടെ ടൈം, എക്സാമിന് നിങ്ങളുടെ ടൈം അവൈലബിലിറ്റി മാനേജ്മെൻറ്റ് നോക്കി വേണം നിങ്ങൾ ചെക്കൊക്കെ ചെയ്യാൻ. ബാക്കി ഡിസൈൻ എല്ലാം സ്റ്റെപ്സ് ചെയ്ത് വെച്ച് ടൈം ഉള്ളതിനനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യാൻ നിൽക്കാവുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ലേസിംഗ് ഡിസൈനിലുള്ളത്. സെയിം സ്റ്റെപ്സും വളരെ കുറച്ച് ചില ചേഞ്ചസ് മാത്രമേ ബാറ്റൺ കോളത്തിലുള്ള ഡിസൈനിൽ വരുന്നുള്ളൂ. അതൊന്ന് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ ബാറ്റൻസ് കൊടുക്കുന്നത്. എന്നാൽ ലേസിങ്സ് ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം കുറേ കൂടെ വിട്ടുള്ള പ്ലേറ്റ് സെക്ഷൻസ് ആണ് നമ്മൾ ബാറ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ലേസിങ്സ് ഫ്ലാറ്റ്സ് ആയിരുന്നുണ്ടെങ്കിൽ ബാറ്റൻസ് പ്ലേറ്റ്സ് ആണ്. കണ്ടോ, നമ്പർ ഓഫ് ബോൾട്ട്സ് കൂടുതലാണ്. ഒരു ബോൾട്ട് അല്ല, കുറച്ച് അധികം ബോൾട്ട്സ് വെച്ച് നമുക്ക് 2 ലൈൻഡോ അല്ലെങ്കിൽ സിംഗിൾ ലൈൻഡോ ബോൾട്ടിങ് കൊടുത്ത് നമുക്ക് ചെയ്യാം. ഈ ടേം ഓർത്ത് വെച്ചോണം. ഈ ഒരു ബോൾട്ടിങ്ങിന് സെൻട്രോയിഡ് തൊട്ട് അഡ്ജസ്റ്റൻറ്റ്, വെർട്ടിക്കലി അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള അടുത്ത ബാറ്റൺ ബോൾട്ടിങ്ങിന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് C. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രോസ് സെക്ഷൻ. നമ്മളിപ്പോൾ ഒരു 2 ചാനൽസ് ഫ്രണ്ട് ടു ഫ്രണ്ട് കൊടുത്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ബാറ്റൻസ് കൊടുക്കുന്നു. നമ്മൾ ഒരു സൈഡിലുള്ള ഒരു ബാറ്റനാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ കൺസിഡറേഷൻസും മറ്റേതുപോലെ തന്നെയാണ്. വളരെ കുറച്ച് ചേഞ്ചസേ ഉള്ളൂ. കൺസിഡറേഷൻ വരുമ്പോൾ ഒന്നാമത് സ്പേസിംഗ് ഓഫ് ദ സ്ട്രട്ട് മസ്റ്റ് ബി കെപ്റ്റ് സോ ആസ് ടു ഗെറ്റ് RY ഗ്രേറ്റർ ദാൻ RSX. നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യം. RXX ആണ് നമ്മുടെ, അല്ലെങ്കിൽ RZH ആണ് R മിനിമം എന്ന് അസ്യൂം ചെയ്ത് ചെയ്യുക. I ഒക്കെ കണ്ടുപിടിക്കുന്ന ആ പറഞ്ഞ എക്സാക്ട് സെയിം തിങ്. അടുത്ത ഒരു ചേഞ്ച് ഉള്ളത് ഇഫക്റ്റീവ് സ്ലെൻഡർനെസ് റേഷ്യോ. ബാറ്റൺ കോളത്തിന്റെ KL/R കണ്ടുപിടിച്ചപ്പോൾ അവിടെ 1.05 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ 1.1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണ് ഒരു ചേഞ്ച്. അതുപോലെ ട്രാൻസ്വേഴ്സ് ഷിയർ വരുന്ന VT 2.5 ഓഫ് ആക്സിയൽ ഫോഴ്സ് ആണ്. ബട്ട് കോളം സബ്ജക്ട് ടു ബെൻഡിങ് ഓൾസോ വരുമ്പം ആക്സിയൽ ഫോഴ്സിന് 2.5% പ്ലസ് ബെൻഡിങ് ഷിയർ ഉണ്ട്. ഇനി മൊമെന്റ് കൂടെ വരികയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു ബാറ്റൺ പ്ലേറ്റ് കണക്ഷനിൽ വരുന്ന ഡിസൈൻ ഷിയർ VB is equal to VT/C/NS. C ഞാൻ നേരത്തെ കാണിച്ചു തന്നു, VT അറിയാം. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാരലൽ പ്ലെയിൻസ് ആണ്. നമ്മളിപ്പം ഫ്രണ്ടിലും ബാക്കിലും 2 പ്ലെയിൻസിലായിട്ട് നമ്മൾ ബാറ്റൻസ് കൊടുക്കും. സോ 2. S എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻട്രോയിഡ്സ് ഓഫ് ഫാസ്റ്റനേഴ്സ് കണക്ടിങ് ബാറ്റൻസ് ടു മെയിൻ മെമ്പേഴ്സ്. അതായത് നമ്മൾ നേരത്തെ സ്പേസിംഗ് D+2G എന്നെടുത്തില്ലേ ലേസിങ്ങിൽ, ഹൊറിസോണ്ടൽ സ്പേസിംഗ്, ഒരു ലേസിങ്ങിന് ഹൊറിസോണ്ടൽ സ്പേസിംഗ്, അത് തന്നെയാണ് ഇവിടെയും വരുന്നത് D+2G, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻട്രോയിഡ് ഓഫ് മെമ്പേഴ്സ്. ഓക്കെ, ഇനി ഡിസൈൻ മൊമെന്റ് വരുമ്പോൾ VTC/2 എന്ന് വരും. ഓക്കെ, അപ്പം
ബാറ്റൺ പ്ലേറ്റ്സ് വരുമ്പോൾ ഉള്ള ഡിസൈൻ ഷിയറും ഡിസൈൻ മൊമെൻറ്റുമാണ് ഇതെല്ലാം. ഓക്കെ, ഇനി maximum vertical spacing should be such that maximum slenderness of main strut should be less than 50 or 0.7 slenderness of whole strut. അതായത് നമ്മൾ ആ വെർട്ടിക്കൽ സ്പേസിങ് എടുത്തതിൻ്റെ ഇടയിലുള്ള അതൊരു ചെക്ക്, ഇതൊക്കെ ചെക്കിൽ വരുന്നതാണ്. ഓക്കെ, ലേസിങ് ഡിസൈൻ ചെയ്തിട്ട് ആ വെർട്ടിക്കൽ സ്പേസിങ് നമ്മളെടുത്ത വെർട്ടിക്കൽ സ്പേസിങ് 2 times ഹൊറിസോണ്ടൽ സ്പേസിങ് ഇൻറ്റു സൈൻ തീറ്റ, അത് ആ ഡിസ്റ്റൻസ് എടുത്ത് അത് KL/R ആക്കി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഈ പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ചെയ്യുന്നത് ഈ KL/R ലെസ് ദാൻ 50 വരണം എന്നാണ് ആ വെർട്ടിക്കൽ സ്പേസിങ്ങിൽ. ഈ K ഇൻറ്റു L അവിടെയും നമുക്ക് 0.721L ബോൾട്ടിംഗ് ആണല്ലോ, 0.721L വാല്യൂ കൊടുക്കാം. ഓക്കെ, അപ്പം ആ KL/R R അവിടെ നമ്മൾ R മിനിമം യൂസ് ചെയ്യും, RXX എന്നല്ല, അവിടെ R മിനിമം ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് ലെസ് ദാൻ 15 വരണം, ലെസ് ദാൻ 0.7 സ്ലെൻഡർനെസ് ഓഫ് ഹോൾ സ്ട്രട്ട്, ഏതാ 1.1 ഇൻറ്റു 1.1 ഇൻറ്റു KL/R എന്നുള്ള വാല്യൂ വരണം. ഓക്കെ, ഇതാണ് ഒരു ചെക്ക് വരുന്നത്. ഇനി നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്, യൂണിഫോംലി ആൻഡ് സിമെട്രിക്കലി പ്രൊവൈഡ് ചെയ്യണം ലേസിംഗ് ബാറ്റൻസ്. മിനിമം വിഡ്ത്ത് ഓഫ് ബാറ്റൻ, മിനിമം വിഡ്ത്ത് ഓഫ് ബാറ്റൻ എന്ന് പറഞ്ഞാൽ 2 times വിഡ്ത്ത് ഓഫ് വൺ മെമ്പർ ഇൻ സെയിം പ്ലെയിൻ. നമ്മൾ ഇപ്പോൾ 2 ചാനൽസ് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചാനലിൻ്റെ ഫ്ലാഞ്ച് വിഡ്ത്ത്, ആ വിഡ്ത്തിലോട്ടാണല്ലോ നമ്മൾ ബാറ്റൻ കണക്ട് ചെയ്യുന്നത്, ആ ഫ്ലാഞ്ച് വിഡ്ത്തിൻ്റെ 2 times വരണം, ഒരു ഫ്ലാഞ്ച് വിഡ്ത്തിൻ്റെ. അതാണ് ബാറ്റൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ബാറ്റൻസ് ഇങ്ങനെ കൊടുക്കുകയാണ്, ബാറ്റൻസ് ഇങ്ങനെ കൊടുക്കുമ്പം ഇതാണ് ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത്, ഈ ഫ്ലാഞ്ച് വിഡ്ത്തിൻ്റെ ട്വൈസ് വേണം ബാറ്റൻ്റെ വിഡ്ത്ത്. അതുപോലെ തിക്നെസ് ഓഫ് ബാറ്റ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1/50 times ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർമോസ്റ്റ് കണക്ടിംഗ് ലൈൻ ഓഫ് ഹോൾസ് ഓർ വെൽസ്. ഓക്കെ, ഇങ്ങനെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ ഒരു S പറഞ്ഞില്ലേ, അതാണ് ഈ പറയുന്ന ഡിസ്റ്റൻസ് S, 1/50 times S. ഇനി മിനിമം എഫക്റ്റീവ് ലോഞ്ചിറ്റ്യൂഡൽ ഡെപ്ത് ഓഫ് എൻ ബാറ്റൻസ്, അതായത് ഈ ലോഞ്ചിറ്റ്യൂഡൽ ഡെപ്ത് നമ്മൾ ഈ ലെങ്തിലുള്ള ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് എൻ ബാറ്റൻസ് വരുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻട്രോയിഡ് ഓഫ് മെയിൻ മെമ്പർ, അതായത് ഇവിടെയുള്ള സെൻട്രോയിഡും അടുത്ത മെയിൻ മെമ്പറിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് എൻ ബാറ്റൻസ് കൊടുക്കുമ്പോഴും. എൻ ബാറ്റൻസ് വെച്ചാൽ കോളത്തിൻ്റെ ഏത് റെൻസിൽ കൊടുക്കുന്ന ബാറ്റൻസ്. ഇനി ഇന്റർമീഡിയറ്റ് ബാറ്റൻസ് ഇതിനിടയിലുള്ള ബാറ്റൻസ്, അതിൻ്റെ ലെങ്ത് ഇത്രയും വേണ്ട, അതിൻ്റെ 3/4 മതി, ഈ എസിൻ്റെ 3/4 മതി. മിനിമം ലെങ്ത് ഓഫ് വെൽ ബിറ്റ്വീൻ ബാറ്റൻസ് ആൻഡ് മെമ്പേഴ്സ്, നമ്മൾ ബാറ്റൻസും മെമ്പറും കൂടെ ഇത്രയും ലെങ്തിൽ, ഇപ്പോൾ വെൽഡാണ് കൊടുക്കുന്നത് ഇങ്ങനെ വെൽഡ് കൊടുക്കണം, ആ വെൽഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഹാഫ് ബാറ്റൻ്റെ ലോഞ്ചിറ്റ്യൂഡൽ ഡെപ്ത് ആണ്, ഈ ലെങ്തിൻ്റെ ഹാഫ് വരാം. ഡിസൈൻ ഓഫ് സെക്ഷൻ വരുന്നത് നമ്മൾ ലേസ്റ്റ് കോളത്തിൽ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്, നോ ചേഞ്ച്, എക്സാക്ട്ലി ദ സെയിം. ഓക്കെ, ആകെ ഒരു ചേഞ്ച് ഉള്ളത് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്ന സ്ലെൻഡർനെസ് ചെക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ടേബിൾ 11 KL/R R എടുക്കുമ്പോൾ ഈ വാല്യൂ ആണ്, ബട്ട് ടോട്ടൽ KL/R എന്ന് പറയുന്നത് ആക്ച്വൽ KL/R ഇൻറ്റു 1.1 ചെയ്യാൻ മറക്കരുത്. ലേസ് ലാബ് 1.05 ആയിരുന്നു, ഇവിടെ KL/R നമ്മൾ ടേബിൾ 10 നമ്മൾ ടേബിൾ 9 വാല്യൂ എടുക്കുമ്പോഴത്തേക്കും KL/R ഇൻറ്റു 1.1 ചെയ്തിട്ട് വാല്യൂ എടുക്കാവുള്ളൂ. ഓക്കെ, ലേസ്ഡ് ആണെങ്കിൽ 1.05. ഈ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ, ബാക്കി സ്റ്റെപ്സ് ഒക്കെ സെയിം ആണ്. അടുത്ത സ്റ്റെപ്പ് ഡിസൈൻ ഓഫ് ബാറ്റൻസ്. നമുക്ക് ലേസിങ്ങിൽ ചെയ്ത പോലെ ആംഗിൾ കണ്ടുപിടിക്കാനില്ല, അപ്പോൾ നമുക്ക് എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? ഹൊറിസോണ്ടൽ സ്പേസിംഗ് തന്നെയാണ്. ഹൊറിസോണ്ടൽ സ്പേസിംഗ് ഓഫ് ബാറ്റൻ S എന്ന് പറയുമ്പം D+2G തന്നെയാണ്. എന്നാൽ വെർട്ടിക്കൽ സ്പേസിംഗ് നമ്മൾ നേരത്തെ ഒരു റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, vertical spacing should be such that the slenderness ratio between two adjacent battens. Slenderness ratio of the strut portion between two adjacent battens must be less than 50 or 0.7 times the 1.1 KL/R, അല്ലെങ്കിൽ the slenderness of the whole strut. ഞാൻ ഇതിനെ ഈ ഒരു സെക്ഷനിൽ ഒരു ഇക്വേഷൻ ഫോമിൽ ആക്കിയെന്നേ ഉള്ളൂ.
എങ്ങനെ വന്നു എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് തന്നെയാണ് നമ്മൾ ലേസിങ്ങിലും പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ ഞാനിത് എങ്ങനെ ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇവിടെ 2 ഫ്ലാഞ്ചസ് വരികയാണ്. അതിൽ 2 ബാറ്റൺസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബാറ്റൺസിൽ വെർട്ടിക്കൽ സ്പേസിംഗ് ആണ് ഈ സി, തമ്മിലുള്ള വെർട്ടിക്കൽ സ്പേസിംഗ് സി. ഇവിടെ കുറേ ബോൾസും ഇവിടെയും ബോൾസ് ഉണ്ടാവും, അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അപ്പം ഇതിനിടയിൽ ഈ സി എന്ന് പറയുന്ന ലെങ്തിലുള്ള അത്രയും പോർഷൻ ആണ് നമ്മൾ ഈ പറയുന്ന സ്ട്രട്ട് പോർഷൻ. ഓക്കെ, ഈ സ്ട്രട്ട് പോർഷൻ്റെ KL/R KL/R അത് മിനിമം തന്നെയാണ്, Z അല്ല. ഓക്കെ, KL/R മിനിമം എന്ന് പറയുന്നത് മസ്റ്റ് ബി ലെസ് ദാൻ മിനിമം ഓഫ് ഒന്നെങ്കിൽ 50 അല്ലെങ്കിൽ 0.7 ടൈംസ് ആക്ച്വൽ നമ്മുടെ ടോട്ടൽ ഹോൾ സ്ട്രട്ടിൻ്റെ സ്ലെൻഡർനെസ് 1.1 KL/R Z. ഓക്കെ, ഇവിടെ സി എങ്ങനെ വന്നു? CL ലെങ്ത് K1 കൊടുക്കുക, അപ്പം KL എന്ന് പറയുന്നത് C ആയിട്ട് മാറും, ലെങ്ത് C ആണ്. ഓക്കെ, അതാണ് C/R മിനിമം ലെസ് ദാൻ മിനിമം ഓഫ്. ഇതേ റിലേഷൻ തന്നെ നമുക്ക് ലേസിങ്ങിൽ ഉപയോഗിക്കാം. ആകെ 1.1 മാറി 1.05 ആകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം വെർട്ടിക്കൽ സ്പേസിങ് നമുക്ക് ഇങ്ങനെ. അപ്പോൾ C ഇവിടെ നമുക്ക് ഈ 2 എണ്ണത്തിൽ മിനിമം വാല്യൂ എടുത്ത് അതിലും ലെസർ വാല്യൂ C അസ്യൂം ചെയ്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതുപോലെ ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് എൻ പാറ്റേൺ BE, ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ മാക്സിമം ഓഫ്, ഇതിന് ഓപ്പോസിറ്റ്, ഗ്രേറ്റർ ദാൻ മാക്സിമം ഓഫ് ഒന്നെങ്കിൽ S അല്ലെങ്കിൽ നമ്മുടെ വിഡ്ത്ത് ഓഫ് മെമ്പറിൻ്റെ ട്വൈസ്. ഞാൻ പറഞ്ഞു നേരത്തെ ഈ ഫ്ലാഞ്ച് വിഡ്ത്തിൻ്റെ 2 ടൈംസ്. ഈ 2 വാല്യൂയിൽ ഏതെങ്കിലും ഒന്ന് ഏതാണോ മാക്സിമം അതിലും ഗ്രേറ്റർ വാല്യൂ ആണ് നമ്മൾ BE ചൂസ് ചെയ്യേണ്ടത്. നമ്മുടെ പാറ്റേണിൻ്റെ ഇഫക്റ്റീവ് വിഡ്ത്ത്, ഇങ്ങനത്തെ വിഡ്ത്ത് ഡെപ്ത്. ഓക്കെ, ഇത് തന്നെ എൻ പാറ്റേണും ഇന്റർമീഡിയറ്റും ഉണ്ട്. ഇതിപ്പോൾ പറഞ്ഞത് എൻ പാറ്റേണിന്റെ കേസ്. ഇന്റർമീഡിയറ്റ് വരുമ്പോൾ ഉള്ള ചേഞ്ച് എസിന്റെ 3/4 മതി. സ്പേസിങ്ങിന്റെ ഇതാണ് സ്പേസിങ് വരുന്നത്, എസിന്റെ 3/4 മതി. അപ്പോൾ ഓവറോൾ ഡെപ്ത് എങ്ങനെ എടുക്കാം? ഇത് ഇഫക്റ്റീവ് ഡെപ്ത് ആണ്. അപ്പോൾ ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് ഒരു ബാറ്റന്റെ ഇപ്പം ബോൾട്ടിങ് ഇങ്ങനെ കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ ഇഫക്റ്റീവ് ഡെപ്ത് ഈ ബോൾട്ട് സെൻറ്റർ ടു സെൻറ്റർ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് ഈ BE പ്ലസ് ഇവിടുത്തെ എഡ്ജ് ഡിസ്റ്റൻസും ഇവിടുത്തെ എഡ്ജ് ഡിസ്റ്റൻസും, അതാണ് 2 ടൈംസ് എഡ്ജ് ഡിസ്റ്റൻസ്. ഇപ്പോൾ ടോട്ടൽ ഓവറോൾ ഡെപ്ത് കിട്ടി. ഓവറോൾ ഡെപ്തും ഇനിയുള്ള നമുക്ക് എന്താ തിക്നെസ് വേണം അല്ലേ, അതാണ് തിക്നെസ് ഓഫ് പാറ്റേൺ TB മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഈ എസിൻ്റെ 1/50. അപ്പം തിക്നെസ്സും ഡെപ്തും ഉണ്ടെങ്കിൽ നമുക്കൊരു സൂട്ടബിൾ പ്ലെയിൻ സെക്ഷൻ എടുക്കാം. ഇനി ചെക്ക് ചെയ്യാൻ വേണ്ട നമ്മൾ നേരത്തെ ഉള്ള പോലെ ഷിയർ സ്ട്രെസ് ഇൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ BB/B into TB which is less than FI/1.123 ആയിരിക്കണം. ഇതാണ് ചെക്ക്. ബെൻഡിങ് സ്ട്രെസ്സിനുള്ള ചെക്ക് 6M/TB into B² എന്ന് പറയുന്നത് ലെസ് ദാൻ FI/1.1 ആവണം. where VB is equal to VT, where VB is equal to VTC/NS, M is equal to VTC/2N പറഞ്ഞു. അടുത്ത ഫൈനൽ സ്റ്റെപ്പ് നമുക്ക് ഡിസൈൻ ഓഫ് ബോൾട്ടിങ്. നമുക്ക് നമ്പർ ഓഫ് ബോൾസ് കണ്ടുപിടിക്കും. ഇവിടെ മിനിമം 3 നമ്പർ ഓഫ് ബോൾസ് എങ്കിലും വേണം. 1 1 something 2 കിട്ടിയാലും നിങ്ങൾ മിനിമം 3 ബോൾസ് കൊടുത്തിരിക്കണം. സിംഗിൾ ലൈൻ ബോൾട്ട് മതി. ഓക്കെ, ഇത്രയാണ് നമുക്ക് ലേസ്ഡ് ആൻഡ് ബാറ്റൻഡ് കോളത്തിൽ പറയാനുള്ളത്. രണ്ടും സിമിലർ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. വളരെ കുറച്ച് സ്റ്റെപ്സിലേ ചേഞ്ച് ഉള്ളൂ. ഒരേ കോൺസെപ്റ്റിൽ തന്നെയാണ് രണ്ട് ഡിസൈനും പോകുന്നത്. ഓക്കെ, സോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. Keep updated with my latest videos. Thank you so much.